ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കുന്നതിനിടെ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നത് തടഞ്ഞതിനെ രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. എന്റെ വീട്ടിൽ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ വീട് വളഞ്ഞ് എന്റെ ബെഡ്റൂമിന്റെ വാതിൽ മുട്ടി നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനോട് സഹകരിച്ചില്ലേ? നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും കൊണ്ടുപോകും. മാറുന്നേ ഞാൻ കയറുന്നില്ലേ? അങ്ങനെ മാന്യമായിട്ടല്ലേ. അറസ്റ്റിന് പിന്നാലെ പലയിടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലം ചന്ദനത്തോപ്പിലും കണ്ണൂരിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പാലക്കാട്ടും പത്തനംതിട്ടയിലും മലപ്പുറത്തും പ്രതിഷേധമുണ്ടായി. ഇന്ന് പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷമുണ്ടാക്കി പോലീസ് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്ന് രാഹുലിന്റെ മാതാവ് പ്രതികരിച്ചു. വന്നിട്ടോ മറ്റു രീതിയിലോ ഒളിവിലിരിക്കുമല്ലോ. ഇവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തോണ്ട് പോകാനാണ്. അതുകൊണ്ട് ഇവരിത് മുൻകൂട്ടി കണ്ട് തീർച്ചപ്പെടുത്തി വന്ന് വീട് വളഞ്ഞ് കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് കിംസ് ഹോസ്പിറ്റൽ. ഒരാഴ്ച കൊണ്ട് കിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് അവർക്ക് അവിടെ ചെന്ന് എടുത്തോണ്ട് കൂടായിരുന്നു? എനിക്കന്ന് വന്ന വഴിക്ക് എടുത്തുകൂടായിരുന്നു. ഇവർ ഇന്ന് രാവിലെ കാണിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇത് രാവിലെ കൂടി വന്നിട്ട് എന്തുവാന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും. അറസ്റ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെന്ന് LDF കൺവീനർ EP ജയരാജൻ ന്യായീകരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിനുണ്ടാവും എന്ന് വളരെ വിനയത്തിലൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. വരട്ടെ, വീട്ടിലേക്ക് വരട്ടെ. ഇവർ വീട്ടിൽ കയറിയാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യട്ടെ. ഈ കേസിൽ ഒന്നാം പ്രതി ഞാനാണല്ലോ. വരട്ടെ, നമുക്ക് കാണാൻ ആരെയാണ് ഇദ്ദേഹം പേടിപ്പിക്കുന്നത്. പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ, സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം, ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ്. ഇതിനെ ജനകീയ പിന്തുണയോടെ ഇതിനെ ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് ഭരണകൂട ഭീകരതയാണ്. ഇങ്ങനെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, വടിയും കല്ലുമൊക്കെ എടുത്ത് പോലീസിനെ ആക്രമിക്കുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടിയെടുക്കേണ്ടി വരും. ആര് നടത്തിയാലും അക്രമത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് ആളെ നോക്കിയിട്ടല്ല, അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള കേസുകൾ ഉണ്ടാകും, നടപടി ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് MG പ്രതീഷും കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും നൽകും. പ്രതീഷ്, ഇപ്പോൾ രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി കോടതിയിൽ എതിർക്കുന്നുണ്ട്. എന്താണ് കോടതി നടപടികളുടെ വിശദാംശങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോടതിയിൽ രാഹുൽ
മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി സർക്കാർ എതിർക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രധാനമായും ഈ പൊതുമുതൽ നശിപ്പിച്ചതും ഒപ്പം ഈ പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ചതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രധാനപ്പെട്ട കേസുകൾ. ഇത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഒപ്പം അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന പ്രതിഷേധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആഹ്വാന പ്രകാരമാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നത് എന്നുള്ള വാദമാണ് നിലവിൽ പോലീസ് കോടതിയിൽ ഉന്നയിക്കുന്നത്. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസ്താവനകൾ ഒപ്പം ആഹ്വാനങ്ങളൊക്കെ തന്നെ ഈ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നും അത് ഒരു വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു എന്നും ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. രാഹുൽ മറ്റ് പ്രതികൾക്ക് പ്രോത്സാഹനം നൽകിയെന്നതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്ന വാദങ്ങളിലൊന്ന്. രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഈ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ പിടിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് നിലവിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. സംഭവം നടക്കുന്ന സമയം, അതായത് ഈ പ്രതിഷേധം നടക്കുന്ന സമയം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് അണികൾക്കിടയിൽ കൂടുതൽ പ്രോത്സാഹനമുണ്ടാക്കി കലാപാഹനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദങ്ങളായി നടത്തുന്നത്. ആക്രമണത്തിന് രാഹുലിന്റെ അറിവുണ്ടെന്നും പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് ജാമ്യം നൽകണമെന്ന ഒരു ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധം അല്ല നടന്നത്, ആക്രമണമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം തള്ളിക്കൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നടന്നത്. അതിൽ ആക്രമിക്കാനുള്ള തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല അന്ന് സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിഭാഗം വാദിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ പ്രതിഷേധം മാത്രമായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു. ഈ ചികിത്സാ രേഖകൾ അടക്കം നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണവുമായി എല്ലാ തരത്തിലും രാഹുൽ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം എന്നൊരു ആവശ്യവും ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. പുറത്ത് അതേസമയം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും തുടരുകയാണ്. വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വാദം നടക്കുകയാണ്. അതിനിടെ സംസ്ഥാനത്ത് പലയിടത്തും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധമുണ്ട്. ഇത് കോഴിക്കോട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പോലീസുമായി പ്രവർത്തകർ ഇവിടെ ചെറിയ തോതിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. പോലീസ് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പത്തനംതിട്ടയിലും കൊല്ലത്തും കണ്ണൂരിലും പാലക്കാട്ടും ഒക്കെ സമാനമായ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. എല്ലായിടത്തും ദേശീയപാതയടക്കം ഉപരോധിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. പലയിടത്തും പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പത്തനംതിട്ടയിൽ ആന്റണി എംപിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ചുകളടക്കം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ രാഹുൽ സുരേഷ് നൽകും. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ പ്രവർത്തകർ അവിടെ? വിജയകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും പ്രതിഷേധം നടക്കുന്നത്. ഏതാണ്ട് 50ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചായി എത്തിയത്. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇതേ തുടർന്നാണ് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നിലവിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. KM അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് നിലവിൽ
പ്രതിഷേധവുമായി കോഴിക്കോട് എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അതിശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ അക്രമത്തെ, അതായത് രണ്ട് രീതിയിൽ ഈ അക്രമത്തെ ഞങ്ങൾ നേരിടും. ഇവിടെ കരിങ്കൊടി കാണിച്ചവരെ ആക്രമിച്ചു, നിയമപരമായി ആക്രമിക്കുന്നു. ഇതിനെ കായികപരമായും നിയമപരമായും നേരിടും. ഡിവൈഎഫ്ഐയുടെ അക്രമത്തെ കായികപരമായി തന്നെ നേരിടും. പോലീസിന്റെ അക്രമത്തെ നിയമപരമായി തന്നെ നേരിടും. ഏത് രീതിയിലുള്ള അക്രമത്തിനെതിരെയും ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും സംഘടിപ്പിക്കും. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇന്നിപ്പോ സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും 11 മണിക്ക് തന്നെ 11:30 മണിക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അറസ്റ്റ് ചെയ്ത വണ്ടി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചു. 14 ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ പ്രതിഷേധ യോഗമാണ് ഈ ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധങ്ങളെ, സമരങ്ങളെ കായികമായി നേരിടും എന്നാണ് അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത്. പോലീസിന്റെ നീക്കങ്ങളെ നിയമപരമായി നേരിടും, എന്നാൽ ഡിവൈഎഫ്ഐയുടെ നീക്കങ്ങളെ കായികമായി നേരിടും. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ നിന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ തിരിച്ചടി ഉണ്ടാകും എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണെന്ന് സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് സജോ, സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അബിൻ വർക്കി വൈസ് പ്രസിഡന്റ് പറഞ്ഞത് കായികമായി നേരിടും ഡിവൈഎഫ്ഐയെ, നിയമപരമായി നേരിടും പോലീസിനെ എന്നത്. അപ്പോൾ തെരുവിലിറങ്ങിയുള്ള സമരത്തിലേക്ക് നീങ്ങുന്നു സംസ്ഥാനത്തൊട്ടാകെ യൂത്ത് കോൺഗ്രസ് എന്നാണ് കരുതേണ്ടത്, അല്ലേ? വിജയകുമാർ, ഒരർത്ഥത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റ് യൂത്ത് കോൺഗ്രസിന് സംഘടനാപരമായി കുറെ കൂടി ഊർജം നൽകിയിട്ടുണ്ട് എന്ന് വേണം, അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ സമരത്തിന് എന്ന് വേണം കരുതാൻ. കണ്ണൂരിൽ തന്നെ അല്പസമയം മുൻപ് വലിയ തോതിൽ പ്രവർത്തകരെ അണിനിരത്തി ദേശീയപാത ഉപരോധിച്ചാണ് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, ഒപ്പം അബ്ദുൾ റഷീദ്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇതിനകം കസ്റ്റഡിയിലെടുത്ത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ടൗൺ സ്റ്റേഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പലയിടത്തും, അതായത് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കാര്യമായ സമരത്തിലേക്ക്, ശക്തമായ സമരത്തിലേക്ക് തന്നെ കടക്കും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ആ നിലയ്ക്കുള്ള സമരങ്ങൾ എല്ലായിടത്തും നടക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെയും വലിയ തോതിൽ ബലപ്രയോഗമൊക്കെ പോലീസിന് വേണ്ടി വന്നു. പ്രതിഷേധം അവസാനിപ്പിക്കാൻ, റോഡ് ഉപരോധം അവസാനിപ്പിക്കാനൊക്കെ വലിയ തോതിലുള്ള ബലപ്രയോഗം വേണ്ടി വന്നു. ഇതടക്കം സംസ്ഥാന അധ്യക്ഷതരായ നടപടിയിൽ ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നതും ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യവും, നേരത്തെ പ്രധാനപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവർ ഉന്നയിച്ചൊരു കാര്യം വീട് കയറിയുള്ള അറസ്റ്റാണ്. ഇതിനു മുൻപ് അങ്ങനെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അല്ല ഇനി ഡിവൈഎഫ്ഐയുടെ നേതാക്കളാണെങ്കിലും UDF ഭരിക്കുമ്പോൾ തിരിച്ചും അങ്ങനെ ഒരു നടപടി ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല. അത് ഈ കാര്യത്തിൽ, ഈ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ, രാഷ്ട്രീയ പ്രതിഷേധ കേസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയിലല്ല പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു വിമർശനമാണ്. ആ നിലയ്ക്ക് ഇത് ക്യാമ്പയിൻ ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് എല്ലായിടത്തും ചെയ്യുന്നത്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത്. ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും ഒക്കെ UDF ഭരിക്കുമ്പോൾ, അതല്ലെങ്കിൽ അവർ ഇപ്പോഴും പല കാര്യത്തിനും പ്രതിഷേധിക്കുക, അത് പുലർച്ചെ കിടപ്പുമുറിയുടെ ഡോറിൽ മുട്ടി ഒരു യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രധാന പ്രതിപക്ഷ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആ കാര്യത്തിൽ സുപ്രീം കോടതി, അറസ്റ്റിന്റെ കാര്യത്തിൽ പാലിക്കേണ്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട്. അതുപോലും ഇക്കാര്യത്തിൽ പോലീസ് പാലിച്ചിട്ടില്ല എന്ന വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത് അവിടെ തന്നെ എന്താണ് കേസ് എന്നതടക്കം കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് രാഹുലിന്റെ മാതാവ് ഉൾപ്പെടെ ആരാഞ്ഞിരുന്നു. അപ്പോൾ അതിന് മറുപടി പോലും പറയാൻ പോലീസ് കൂട്ടാക്കിയില്ല എന്ന വിമർശനം. അതുമൊക്കെ സാധാരണഗതിയിൽ അറസ്റ്റിന് മുൻപ് ബന്ധുക്കളെ അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെ ഒന്നും പാലിക്കാതെ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് പോലെ സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസിനെതിരായ, ആഭ്യന്തര വകുപ്പിനെതിരായ തുടർ വിമർശനങ്ങൾ വേറെയുമുണ്ട്. ഇടയിൽ ഇങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ അത്തരം കേസുകളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിൽ രാഹുൽ പ്രതിയുമാണ്, അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ അറസ്റ്റിന്റെ രീതി ഉൾപ്പെടെയാണ് പ്രധാനമായും വിമർശന വിധേയമാക്കാൻ, അല്ലെങ്കിൽ ആ വിഷയത്തെ ക്യാമ്പയിൻ ചെയ്യുക എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടാണ് എല്ലായിടത്തും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ഈ നിലയിൽ പൊതുമുതൽ നശിപ്പിച്ചടക്കമുള്ള കേസുണ്ട്. ബോണ്ടടക്കം വേണ്ടിവരും, ജാമ്യമൊക്കെ പിന്നീട് ലഭിക്കണമെങ്കിൽ പോലും. അങ്ങനെ പ്രതിപക്ഷ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ്. അത് ആഭ്യന്തര വകുപ്പിനെതിരായ ആ നിലയ്ക്കുള്ള വിമർശനം കൂടി കൊണ്ടുവരിക, അതും സംസ്ഥാന സർക്കാരിനെതിരെ പലവിധ പ്രതിഷേധങ്ങൾ സമീപകാലത്ത് വളരെ സജീവമായി നടത്താൻ, പ്രത്യേകിച്ച് നവകേരള സദസ്സിന്റെ പരിപാടി യാത്രക്കിടെയും മറ്റും യൂത്ത് കോൺഗ്രസിന് കുറെ കൂടി ശക്തമായ പ്രതിഷേധങ്ങളുമായൊക്കെ രംഗത്ത് വരാൻ കഴിഞ്ഞിരുന്നു. അതിനിടയിൽ സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റ് ഏതായാലും സംഘടനാപരമായും രാഷ്ട്രീയമായും ഒക്കെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യം യൂത്ത് കോൺഗ്രസിനുണ്ട്.
അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും തന്നെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ എന്ന നിലയ്ക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അത് എല്ലായിടത്തും തന്നെ വലിയ സമരമായി തന്നെ യൂത്ത് കോൺഗ്രസിന് നടത്താൻ കഴിയുന്നു. ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം, സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം, മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമൊക്കെ ഈ അറസ്റ്റിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുക, അതല്ലെങ്കിൽ ഇതൊരു നോട്ടീസ് നൽകി വിളിച്ചാൽ പോലും സംസ്ഥാന അധ്യക്ഷൻ എത്തുമായിരുന്നില്ലേ എന്നത് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം കലോത്സവ പരിപാടി നടന്ന വേദിയിലടക്കം അങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിലെ പരിപാടികളിൽ എല്ലായിടത്തും പങ്കെടുത്തിരുന്ന ആളാണ്. അത്തരമൊരു നേതാവിനെ ഈ നിലയ്ക്ക് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നതിന്. സ്വാഭാവികമായും പോലീസിന് അതിന് നിയമപരമായ പല മറുപടികളും ഉണ്ടാകും. അത് ഒരു വശത്ത് സ്വാഭാവികമായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ഏതായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യമായി ഉപയോഗിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഏതായാലും രൂപപ്പെട്ടിരിക്കുന്നു. അത് നല്ല നിലയ്ക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുന്നു. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ പലയിടത്തും നടക്കുന്നുണ്ട്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, അതുപോലെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ പ്രതിഷേധം നടക്കുകയാണ്. റോഡ് ഉപരോധിച്ചും പോലീസ് സ്റ്റേഷൻ മാർച്ചുകളുമൊക്കെയായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റിനെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതിനോട് പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട്ട് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, അവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടോ? റോഡ് ഉപരോധിക്കുകയായിരുന്നുവല്ലോ നേരത്തെ, എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, റോഡ് ഉപരോധിക്കുന്നത് തുടരുകയാണ്. ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്നാൽ അറസ്റ്റ് വരിക്കാൻ പ്രവർത്തകർ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഇവിടെ ഉണ്ടായിരുന്നു, പോലീസ് വിന്യാസം അതുണ്ടായിരുന്നു. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എന്നാൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് ഉപരോധം ആരംഭിച്ചത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായ KM അഭിജിത്ത്, ഒപ്പം തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റായ VT സൂരജ് ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏതാണ്ട് 50ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം കൊണ്ട് പ്രവർത്തകരെ തടയുക കൂടിയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. 50ഓളം പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ അറസ്റ്റ് വരിക്കാൻ പ്രവർത്തകർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. വിജയകുമാർ, ഇപ്പോൾ കോഴിക്കോട്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അറസ്റ്റിന് വഴങ്ങാതെ പ്രവർത്തകർ പോലീസിനെ ചെറുക്കുന്നുണ്ട്. അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് അവിടെ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നത്. കൊല്ലത്തെ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവിടെയും പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. കൊല്ലത്തും സംഘർഷാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. അരുൺ, എന്താണ് അവിടുത്തെ പ്രതിഷേധത്തിന്റെ സ്വഭാവം? പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം കടന്നു വന്നത്. ഈ പ്രതിഷേധ പ്രകടനം എത്തിയപ്പോൾ തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പോലീസ് സ്റ്റേഷൻ മുന്നിൽ വെച്ച് തന്നെ പോലീസ് ഇത് തടയാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ചെറുക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സംയമനം പാലിക്കുന്നുണ്ട്. കാരണം വലിയ പ്രതിരോധം ഈ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്ന രീതിയാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ പ്രവർത്തകർ കൂടുതൽ പോലീസിനെ നേരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പ്രവർത്തകർക്ക് നേരെ ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമിക്കുന്ന രീതികൾ ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ പരാതിയായി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തള്ളിക്കയറുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് ഈ കെട്ടിയിരുന്ന വടം മറികടന്നുകൊണ്ട് കയറുന്ന ദൃശ്യങ്ങളാണ്. അതായത് നിലവിൽ ലാത്തിച്ചാർജ് വിജയകുമാർ പോലീസ് ലാത്തി വീശുന്നു. പ്രവർത്തകർക്കെതിരെ പോലീസ് ഇപ്പോൾ ലാത്തി വീശ ദൃശ്യങ്ങളാണ്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കൊല്ലത്താണ് സംഭവം. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് കെട്ടിയിരുന്ന ഈ വടം മറികടന്നുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ്. ഒടുവിൽ പോലീസ് വലിയ രീതിയിൽ ചെറുത്തെങ്കിൽ പോലും പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസും ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം
ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ്. ലാത്തി ചാർജ് ഉണ്ടായിരിക്കുന്നു, പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു എന്നുള്ളതാണത്. ദൃശ്യങ്ങൾ കാണാം. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ചില പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. പോലീസുകാർ വലിയ രീതിയിൽ തങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളടക്കം ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഈ പോലീസിന് കൂടുതൽ സമയം ലഭിച്ചിരുന്നില്ല. ഈ വാഹനം കൊണ്ടിട്ടാണ് ഈ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത്. ഒടുവിൽ അത് സംഘർഷത്തിലേക്ക് എത്തുന്ന കാഴ്ച. പോലീസ് 2 തവണ ഈ പ്രവർത്തകർക്കെതിരെ ലാത്തി വീശുന്ന സാഹചര്യമടക്കം ഉണ്ടായെങ്കിലും ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് പ്രവർത്തകർ. ഈ പോലീസ് എല്ലാ മുന്നൊരുക്കങ്ങളും മറികടന്നുകൊണ്ട് പോലീസ് നിശ്ചയിച്ചിരുന്ന എല്ലാ കരുതൽ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിരോധം സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ പ്രതിരോധങ്ങളെല്ലാം മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കൊല്ലത്ത് തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അരുൺരാജാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലത്ത് അതൊരു ലാത്തി ചാർജ്, ചെറിയ തോതിലുള്ള ലാത്തി ചാർജിലേക്ക് അവിടുത്തെ പ്രതിഷേധം മാറിയിട്ടുണ്ട്. ബാരിക്കേഡ് മറികടന്ന് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ലാത്തി വീശി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. കോഴിക്കോട്ടെ ദൃശ്യങ്ങൾ, കൊല്ലത്ത് പ്രതിഷേധം, പത്തനംതിട്ടയിൽ പ്രതിഷേധം, സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. തൃശ്ശൂരിൽ ഇതാ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അവിടെ പോലീസിന് നേരെ നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. തൃശ്ശൂരിലും പോലീസിന് അവിടെ ബാരിക്കേഡ് വെച്ചാണ് തൃശ്ശൂരിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നതാണ്. സംസ്ഥാനത്തെമ്പാടും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തുടരുകയാണ്. പലയിടത്തും ഇപ്പോൾ കൊല്ലത്ത് പ്രവർത്തകർ ചിന്നക്കട സംസ്ഥാന പാത ഉപരോധിക്കുന്നു. കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു. MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അങ്ങനെ പലയിടത്തും പ്രതിഷേധത്തിൻ്റെതായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി വിധി പറയുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.